ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ 2024-25 എഡിഷൻ ഡേ 2 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ പ്രവർത്തനം പലഹാരമേളയാണ്. പലഹാരങ്ങൾ തരംതിരിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ ചുവടെ കണ്ടോ, ധാരാളം പലഹാരങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ പലഹാരങ്ങളാ ഉള്ളത് നോക്കൂ. ദോശ ഉണ്ട്, പുട്ട്, കുഴലപ്പം, പഴംപൊരി, ചപ്പാത്തി, പത്തിരി, നൂലപ്പം, ഓട്ടട, അച്ചപ്പം, കൊഴുക്കട്ട, ഉണ്ണിയപ്പം, ഇലയട. ഇത്രയും പലഹാരങ്ങളുടെ ചിത്രമാണല്ലേ കൊടുത്തിരിക്കുന്നത്. എന്താ പറയുന്നത് നോക്കൂ. ആവിയിൽ വേവിക്കുന്നവയും ചുട്ടെടുക്കുന്നവയും വറുത്തെടുക്കുന്നവയും തരംതിരിച്ച് വെക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇരിക്കുന്ന പലഹാരങ്ങളില് ആവിയിൽ വേവിക്കുന്നവുണ്ട്, ചുട്ടെടുക്കുന്നവുണ്ട്, വറുത്തെടുക്കുന്നവുണ്ട് അല്ലെ. അതിനൊക്കെ തിരിച്ചിട്ട് വെക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ചുവടെ കണ്ടോ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ. അവിടെ കണ്ടോ ചുട്ടെടുക്കുന്നവ എന്ന് തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇനി ഏതൊക്കെ തലക്കെട്ട് കൊടുക്കണം? ആവിയിൽ വേവിക്കുന്നവ എന്ന് എഴുതണ്ടേ തലക്കെട്ടായിട്ട്. അപ്പൊ ആദ്യത്തെ ഇതില് ആവിയിൽ വേവിക്കുന്നവ എന്ന് എഴുതുക കേട്ടോ, ആദ്യത്തെ കോളത്തില്. അടുത്തത് ചുട്ടെടുക്കുന്നവ തന്നിട്ടുണ്ട്. അടുത്തതിൽ നമുക്ക് എന്ത് എഴുതണം? വറുത്തെടുക്കുന്നവ എന്ന് എഴുതണം കേട്ടോ. ദോശ ആവിയിൽ വേവിക്കുന്നതാണോ? അല്ല, അതെങ്ങനെയാ? ചുട്ടെടുക്കുന്നവയാണ് അല്ലെ. ചുട്ടെടുക്കുന്നവ എന്നതില് ദോശ എന്ന് എഴുതുക കേട്ടോ. അടുത്തത് പുട്ടാണ്. പുട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുക അല്ലെ. അപ്പൊ ആവിയിൽ വേവിക്കുന്നവ എന്നുള്ളടത്ത് പുട്ട് എഴുതുക. അടുത്തത് കുഴലപ്പാണ്. കുഴലപ്പം എങ്ങനെയാ? എണ്ണയില് വറുത്തെടുക്കുക ചെയ്യുക അല്ലെ. അപ്പൊ വറുത്തെടുക്കുന്നവ എന്നുള്ള കുളത്തില് കുഴലപ്പം എഴുതുക. അടുത്തത് പഴംപൊരിയാണ്. പഴംപൊരി നമുക്കറിയാം എണ്ണയില് വറുത്തെടുക്കുക ചെയ്യുക അല്ലെ. അപ്പൊ പഴംപൊരി വറുത്തെടുക്കുന്നവയിൽ എഴുതുക. അടുത്തത് ചപ്പാത്തിയാണ്. ചപ്പാത്തി എങ്ങനെയാ? ചുട്ടെടുക്കുക ചെയ്യുക അല്ലെ. അപ്പൊ ചുട്ടെടുക്കുന്നവയിൽ എഴുതുക. അടുത്തത് പത്തിരിയാണ്. പത്തിരിയും ചുട്ടെടുക്കുക ചെയ്യുക അല്ലെ. അപ്പൊ ചുട്ടെടുക്കുന്നവയിൽ എഴുതുക. അടുത്തത് നൂലപ്പാണ്. നൂലപ്പം എന്ന് പറഞ്ഞാല് ഇടിയപ്പം അല്ലെ. അത് എങ്ങനെയാ? ആവിയിൽ വേവിക്കുന്നവയല്ലേ. അപ്പൊ ആവിയിൽ വേവിക്കുന്നവ എന്നുള്ള കുളത്തില് നൂലപ്പം എഴുതുക. അടുത്തത് ഓട്ടടയാണ്. ഓട്ടട നമുക്കറിയാം എന്താ? ആവിയിൽ വേവിക്കുക ചെയ്യുക അല്ലെ. അപ്പൊ ആവിയിൽ വേവിക്കുന്നവയിൽ എഴുതുക. അടുത്തത് അച്ചപ്പാണ്. അത് എണ്ണയിൽ വറുത്തെടുക്കല്ലേ ചെയ്യുക. അപ്പൊ വറുത്തെടുക്കുന്നവയിൽ എഴുതുക. അടുത്തത് കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ട നമുക്കറിയാം ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് അല്ലെ. അപ്പൊ ആവിയിൽ വേവിക്കുന്നവയിൽ എഴുതുക. ഉണ്ണിയപ്പാണ് അടുത്തത്. അത് വറുത്തെടുക്കുന്നവയാണ്. അപ്പൊ വറുത്തെടുക്കുന്നവയിൽ എഴുതുക. ഇലയട എന്ന് പറഞ്ഞാല് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് അല്ലെ. അപ്പൊ ആവിയിൽ വേവിക്കുന്നവയിൽ എഴുതുക. ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലെ. വേവിക്കാതെ കഴിക്കാവുന്ന 2 ആഹാര സാധനങ്ങളുടെ പേര് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? മോരുണ്ട്, തൈര് എഴുതാം, അതുപോലെ പഴങ്ങൾ ഒക്കെ എഴുതാം കേട്ടോ. അടുത്ത പ്രവർത്തനം കഥ പറയാമെന്നാണ്. ചിത്രം നോക്കി കഥ എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ തന്നിരിക്കുന്ന ചിത്രത്തില് ആമ ഉണ്ട്, തവള ഉണ്ട്. ആമയുടെ പുറത്ത് കയറിയിട്ട് തവള യാത്ര പോവുകയാണ് അല്ലെ. അവളുടെ കയ്യില് അവിടെ പോലെ ചൂടിയിരിക്കുന്നത് ചേമ്പിന്റെ ഇലയാണ് അല്ലെ. ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മളോട് കഥ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളെന്നെ ടീച്ചർ സഹായിക്കും. എങ്ങനെയൊക്കെയാ എഴുതേണ്ടത്, എന്താ എഴുതേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരൂ കേട്ടോ. അപ്പൊ എന്താ ഇത്? നമ്മള് ഒരിക്കൽ ഒരു ആമയും തവളയും കൂടി യാത്ര പോവുകയായിരുന്നു. ആമയുടെ പുറത്തു കയറിയായിരുന്നു തവളയുടെ യാത്ര. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. തവള വിഷമിച്ചു. അപ്പോൾ ആമ ഒരു ചേമ്പില കാണിച്ചു കൊടുത്തു. ചേമ്പിലയും ചൂടി തവള ആമയുടെ പുറത്ത് കയറി യാത്ര തുടർന്നു. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. കഥയ്ക്ക് ഒരു പേര് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആമയും തവളയും എന്ന് എഴുതാം, അല്ലെങ്കിൽ ആമയുടെയും തവളയുടെയും യാത്ര എന്ന് എഴുതാം കേട്ടോ. അടുത്ത പ്രവർത്തനം ബിഗുവിന്റെ ഡയറി ആണ്. വായിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബിഗുവിന്റെ ഡയറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വായിച്ചു നോക്കാം. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അയ്യോ രക്ഷിക്കണേ എന്ന നിലവിളി കേട്ടു. ഞാൻ ഉണർന്നു താഴേക്കു നോക്കി. പുഴയിൽ നിന്നും തവളയുടെ നിലവിളി കേട്ടു. തവള ആമയുടെ പുറത്തിരുന്നാണ് നിലവിളിക്കുന്നത്. മുമ്പിൽ ഒരു മുതല വാ പിളർന്ന് നിൽക്കുന്നു. ഞാൻ അവരുടെ ഇടയിലേക്ക് പറന്നിറങ്ങി. ഭും ഭും എന്ന് ഉറക്കെ ഒച്ചയുണ്ടാക്കി. മുതല പേടിച്ചോടി. തവളയും ആമയും ചിരിച്ചു.
ഇതാണ് കേട്ടോ ബിഗുവിന്റെ ഡയറി. ഇന്നലെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചേർത്ത് ഡയറി എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഉറക്കമുണർന്നപ്പോൾ വീടിന്റെ മുമ്പിൽ ഒരു കിളിയുടെ കരച്ചിൽ കേട്ടു. മുറ്റത്തേക്ക് നോക്കിയപ്പോൾ മരത്തിന്റെ ചുവട്ടിൽ ഒരു കുഞ്ഞു കിളി വീണു കിടക്കുന്നതു കണ്ടു. മരത്തിലെ കൂട്ടിൽ നിന്നും വീണതായിരുന്നു. അമ്മ ആ കുഞ്ഞു കിളിയെ കൂടിളക്കാതെ പതുക്കെ തിരികെ വെച്ചു. എനിക്ക് സന്തോഷമായി. ഇങ്ങനെ എഴുതാട്ടോ. അടുത്ത പ്രവർത്തനം നോക്കാം. 3 പൂക്കൾ എന്നാണ്. വായിക്കൂ, വരച്ചു ചേർക്കൂ എന്നാണ് കേട്ടോ. ഇവിടെ 3 പൂക്കളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ തുമ്പുണ്ട്, ചെമ്പരത്തി ഉണ്ട്, മല്ലിക ഉണ്ട്. വായിക്കുക, അത് ഏതിലേക്കാണോ യോജിച്ചത് അതിലോട്ട് വരച്ച് ചേർക്കുക കേട്ടോ. 5 ഇതൾ ഉണ്ട് എന്നാണ് കേട്ടോ ആദ്യം തന്നിരിക്കുന്നത്. അപ്പൊ 5 ഇതളുള്ള പൂവ് ഏതാണ്? ചെമ്പരത്തിയില്ലേ. അപ്പൊ ചെമ്പരത്തിയിലേക്ക് വരച്ചു ചേർക്കുക. അടുത്തത് ഒരു ഇതൾ പൂവ് എന്ന് തന്നിട്ടുണ്ട്. അതായത് ആ പൂവിന് ആകെ ഒരൊറ്റ ഇതളേ ഉള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. തുമ്പയ്ക്കല്ലേ ഒരു ഇതളുള്ളൂ. അപ്പൊ തുമ്പയിലേക്ക് വരച്ചു ചേർക്കുക കേട്ടോ. നിറം നൽകാൻ ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പൊ നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഏത് പൂവാണ്? ചെമ്പരത്തിയാണ് അല്ലെ. അപ്പൊ ചെമ്പരത്തിയിലേക്ക് വരച്ചു ചേർക്കുക. ധാരാളം ഇതളുകൾ ഉണ്ട് എന്നുണ്ട്. അത് ഏതാണ്? മല്ലികയാണല്ലോ. മല്ലികയ്ക്കല്ലേ ധാരാളം ഇതളുകൾ ഉള്ളത്. അടുത്തത് കുഞ്ഞു പൂവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ഏത് പൂവാ? തുമ്പയാണ് അല്ലെ. ഒറ്റ ഇതളുള്ള പൂവ് തുമ്പയാണ്. ചെറിയ പൂവ് ഏതപ്പോ? തുമ്പയാണ് കേട്ടോ. വരച്ചു ചേർക്കുക. അടുത്തത് വെള്ള നിറത്തിൽ മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ള നിറത്തിൽ മാത്രം കാണുന്ന പൂവ് ഏതാ? തുമ്പയാണ് അല്ലെ. ചെമ്പരത്തിക്ക് ധാരാളം നിറങ്ങളുണ്ട്. അതുപോലെ തന്നെ മല്ലികയ്ക്കും ഉണ്ട് അല്ലെ. പല നിറത്തിൽ കാണാം എന്നുള്ളത് ഏതാ പൂക്കളാ? ചെമ്പരത്തിയും മല്ലികയും പല നിറത്തിൽ കാണാം അല്ലെ. അടുത്തത് വലിയ ഇതളുകൾ എന്നാണ്. തുമ്പയ്ക്ക് ചെറിയ ഇതളാണ്, മല്ലികയ്ക്കും ചെറിയ ഇതളുകളാണ് അല്ലെ. ചെമ്പരത്തിക്കല്ലേ ഇതിനെ വെച്ച് നോക്കുമ്പോൾ വലിയ ഇതളുള്ളത്. അപ്പൊ ചെമ്പരത്തിയിലേക്ക് വരച്ചു ചേർക്കുക കേട്ടോ.